എടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. മാനവരാശിക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിയ പുതിയ നിയമത്തിൽ നിന്നും മനോഹരമായ ഒരു ഉപമ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാനകാലത്തിലെ ചില സംഭവങ്ങളെ കോർത്തിണക്കി സേവിനി സമാജം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 10 കന്യകമാർ. ഒരു പാട്ട് പാടി കഥനെ കാണുവാനാർത്തിവാളേരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. കഥനെ കാണുവാനാർത്തിവാളേരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂരാ, കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂരാ. ചെയ്ത പ്രിയൻ വരും മേഘത്തിൽ, ചെയ്ത പ്രിയൻ വരും മധ്യത്തിൽ. എന്തോ ഒരു മഴ. എന്ത് പറയാന്, ഈ ലോകത്തിലേക്ക് നോക്കിയ വല്ല സമാധാനമുണ്ടോ? യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒരു സമാധാനവും ഇല്ല. നമ്മുടെ കർത്താവിന്റെ സന്നിധി മാത്രമേ ഉള്ളൂ നമുക്ക് അല്പം ആശ്വാസം. നമുക്ക് ഇത് പ്രാർത്ഥിക്കാം. എങ്കിലും എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അറിഞ്ഞ് ദൈവം അറിഞ്ഞ് എന്നെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. Good morning, good morning. Late are you? Praise the Lord, praise the Lord. Sorry for that. എന്താ പറയാനാ ശാന്തമാമ? വീട്ടിലെ ജോലിയിലെ പ്രശ്നം പിന്നെ എങ്ങനെ പോന്നു? എന്റെ കാര്യമാണ് അതിനേക്കാളും കഷ്ടമാണ്. ഗ്ലൂട്ടന്റെ പ്രശ്നം കൊണ്ട് ഓരോ വക അമ്മാമയ്ക്കുണ്ട്. എനിക്കത് എല്ലാവർക്കും ഈ പ്രശ്നമുണ്ടോ? ആഹാരം കഴിക്കുന്നുണ്ട്, ഒരു ഗ്യാസ് ഇല്ല. അച്ഛനെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഭയങ്കര ഗ്യാസ്. രോഗങ്ങൾ മാറും, ദുഃഖങ്ങൾ മാറും. നമ്മുടെ കാന്തനെ കാണുമ്പോൾ രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറുമ്പോൾ നമുക്ക് ഈ പാട്ട് പാടാം. നമ്മെ ചേർക്കുവാൻ മദ്യപാനിൽ വെളിപ്പെടുവാൻ ആസന്നമായി പ്രിയരേ, ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമ്മൾ താമസിച്ചുവെന്ന്. അവളുമാരെത്തി, പ്രാർത്ഥനയും തുടങ്ങി. ഉമ്മാർക്ക് വീട്ടിൽ ഒരു ജോലിയും ഇല്ല. ശരിയാ. ഓ, എൻ്റെ വീട്ടിലെ കാര്യം ഒട്ട് പറയേ വേണ്ട. വീട്ടിലാണെങ്കിൽ ആഹാരം പാകം ചെയ്താൽ മാത്രം വരാം. എടുത്തോണ്ട് മേശപ്പുറത്തോട്ട് വെച്ചാൽ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യാൻ. എൻ്റെ അച്ഛനാണെങ്കിൽ കുക്കിംഗ് ഒട്ടും അറിയില്ല. എന്റെ കാര്യം അതിലും കഷ്ടമായി. ഈ രാവിലെ തൊട്ട് ഞാൻ ഈ മോളിൽ ഒരു ഗൂച്ചി ബാഗ് നോക്കി നമ്മുടെ പള്ളിയിൽ
സാരിക്ക് മാച്ച് ചെയ്യുന്ന ഒരു ബാഗ് എങ്ങനെയുണ്ട് ഈ ബാഗ്? ആ അല്പം വിലയായിപ്പോയി, എന്നാലും ശരിയാ. നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ? ഞാനാണ് എന്റെ ബാങ്ക് ലോക്കർ വരെ ഒന്ന് പോയി. എന്റെ ഉണ്ടല്ലോ എന്റെ സ്വർണ്ണങ്ങളും എന്റെ വച്ചനും ഇതെല്ലാം അവിടെ ഇരിക്കുമല്ലേ. ഒരു കാര്യം നമ്മുടെ സെറ്റ് ഞാനിന്ന് ക്രിസ്മസ് നമ്മുടെ നാടൻ വരുന്നോണ്ട് ബ്യൂട്ടി പാർലറിൽ പോയതല്ലേ, ചാടി കയറിയതല്ലേ, എന്റെ കുഴപ്പം. ബ്യൂട്ടി പാർലോ എന്തോ തെള്ളായിരുന്നോ. ചിലര് സ്ട്രെയിറ്റ് ചെയ്യുന്നു, ചിലര് സ്ട്രെയിന് പോലെ പിടിക്കുന്നു, ചിലര് എക്സ്റ്റൻഷൻ വെക്കുന്നു. എന്റെ ഈ മുടിയുടെ സ്റ്റൈലോ നമ്മള് ടീപ്പൊന്നും ആക്കുക, നമുക്ക് ഒരേ തന്നെ എടുക്കാം. നല്ല രസം ഇല്ലേ? നമ്മള് ഇങ്ങനെയൊക്കെ ഒരുങ്ങി നിൽക്കുമ്പോ ഇതെന്നാടി ഇതെന്നാ അത്? നമുക്കൊരു സെൽഫി എടുക്കാൻ ഇതെന്താ ഗാനമേളയോ? എല്ലാം തെറ്റിച്ചാ പാടുന്നു. ബീറ്റ്സും ഇല്ല, മെലഡിയും ഇല്ല, വലിയ പാട്ടുകാർത്തികളാണെന്ന് എന്റെ ഭർത്താവിന്റെ സെക്രട്ടറി സ്ഥാനം ഇപ്പോഴും ഉണ്ടോ? ഇനി 2-3 ആഴ്ചയും കൂടെ സെക്രട്ടറി ആയിട്ട് ഇനി ഇരിപ്പുണ്ട്. പുതിയ ടീമുകൾ വരും. അപ്പൊ ലാസ്റ്റ് ഡേയിൽ കോൺഗ്രിഗേഷനുമായി ഒരു ഡ്രം ഡാൻസ് കളിക്കണമെന്നാണ്. എന്റെ ഹസ്ബൻഡോ ഭയങ്കരം തിരക്കേറിയ ഒരു മനുഷ്യൻ. പക്ഷെ ജോലി കഴിഞ്ഞിങ്ങോട്ട് വീട്ടിൽ വന്ന അവിടെ കിച്ചണത്തോട്ടാ കട്ടിങ്ങും ക്ലീനിങ്ങും കുക്കിങ്ങും. പിന്നെ ഡിഷ് വാഷിന്റെ ആവശ്യമില്ല, പുള്ളിക്കാരുടെ ഡിഷ് വാഷറാണ്. ഭയങ്കര ഭാഗ്യം. അതൊക്കെ പോട്ടെ, ആ തേക്കിൻകാട്ടിലെ യോനാച്ചിന്റെ ഹാർട്ട് ഓപ്പറേഷൻ അല്ലേ, നല്ല സംഭാവന നിങ്ങൾ കൊടുക്കണ്ടാവും. ഓ പിന്നെ എപ്പോഴും ഉണ്ട് ഒരു പിരിവ്. അവർക്ക് മെഡിക്കെയറും ഒക്കെ ഉണ്ട്. മെഡിക്കെയ്ഡും ഒക്കെ ഉണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ ഇനി ഒന്നും കൊടുക്കണ്ട. അതൊക്കെ പോട്ടെ. നീ പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ടോ? ഓ ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തതേ. ആ വെനസ്ഡേ പ്രയർ ഉണ്ടായിരുന്നല്ലേ കറുത്തമുത്ത് വരുന്നല്ലേ, അത് കണ്ടിട്ട് എനിക്കോട്ട് ഉറക്കം വരുത്തില്ലടി. ആ ഫ്രൈഡേ പ്രയറിന്റെ സമയത്തല്ലേ വാനമ്പാടി, അതിലെ നമ്മുടെ പള്ളിയിലെ ജെംസിന് അഭിനയിക്കുന്നില്ലേ, ഭയങ്കര ആക്ടറും സിംഗറും ഒക്കെയാ. നിനക്കറിയില്ലേ? എനിക്കറിയാം, നല്ല പാട്ടുകാരനുമാണെന്ന് അറിയാം. അപ്പൊ നിന്റെ കുടുംബ പ്രാർത്ഥനയോ? അത് ആ കുടുംബ പ്രാർത്ഥനയുടെ സമയത്തല്ലേ ഞാൻ ന്യൂസ് വാച്ച് ചെയ്യുന്നത്. പിന്നെ എല്ലാം ഒരു അവിയൽ വരത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ ആ ടി അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം എന്നൊക്കെ. കർത്താവ് ക്ഷമിക്കുവേണ്ടി. സഹോദരന്മാരെ, മണവാളന്റെ വരവിന് സമയമായി, നമുക്ക് വിളക്കുകൾ തെളിയിക്കാം. എന്താ സഹോദരന്മാരെ നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന? മണവാളം വരാൻ സമയമായോ? അയ്യോ, ഞാൻ ഇപ്പോഴാ ഓർത്ത് എന്റേതായിട്ടുള്ളത് ഞാൻ അവിടെ ബ്യൂട്ടി പാർലറിൽ വെച്ചാ പോകുന്നത്. അയ്യോടി, ഇതെന്റെ കോച്ച് ബാഗല്ലേ? അല്ല, ഇതിലെങ്ങനെയാടി ഞാൻ എന്റെ വിളക്ക് വെക്കുന്നത്? ഞാൻ എന്റെ പഴയ ബാഗിൽ വെച്ചില്ലേ, ഞാനും കൊണ്ടുവന്നില്ല. ഇനി എന്നാ ചെയ്യാ?
വിളക്കിലും എണ്ണയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവരോട് ചോദിക്കാം, സഹോദരിമാരെ നിങ്ങളുടെ എണ്ണയിൽ അല്പം ഞങ്ങൾക്ക് തരുമോ? ഞങ്ങളുടെ വിളക്കിൽ എണ്ണ തീർന്നു പോയി. അയ്യോ, ഒന്നും തോന്നരുത്. ഇച്ചിരി ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് രണ്ടുപേർക്കും കാണത്തില്ല. അയ്യോ, ഇവരുടെ ഒരു മനസ്സിലിപ്പോ ഇവരുടെ പാട്ടും പ്രാർത്ഥനയും കൈകൊട്ടി സ്തോത്രവും ഒക്കെ കേട്ട അവർക്ക് ദാനധർമ്മിണികളാണല്ലോ. നമുക്ക് ഇവർ എണ്ണയൊന്നും വേണ്ട. വെളിയിലോട്ടിറങ്ങിയ മുക്കിനല്ലേ കടകള്. എടി ബാടി ഇങ്ങോട്ട്, നമുക്ക് ആ ഓൾ ഫുഡിൽ പോയി നല്ല ഓർഗാനിക് ഓയിൽ വാങ്ങിക്കാം. അവിടെ എടി നീ ഇന്ന് വന്നേ, നമുക്ക് ആ മാർട്ടിലോ ടീ മാർട്ടിലോ വാൾമാർട്ടിലോ വിളക്കോ എണ്ണയൊക്കെ ഇങ്ങനെ വാങ്ങിയത്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യത്വം അവകാശമാക്കാൻ എൻ്റെ കൂടെ വരികയും ആരെയും കാണുന്നില്ലല്ലോ. യജമാനൻ വന്നിട്ടുണ്ടാവും. കഷ്ടമായി പോയി. ഗുരു, യജമാനെ ഒന്ന് തുറക്കണേ. അയ്യോ, ട്രാഫിക് കാരണം ഞങ്ങൾ അല്പം ലേറ്റായി. യജമാനെ ഒന്ന് തുറക്കൂ പ്ലീസ്. നീ അവിടെ മാറി, ഞാൻ നോക്കട്ടെ. യജമാനെ ഒന്ന് തുറക്കൂ പ്ലീസ്, ഒന്ന് തുറക്കൂ. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിരുന്നു. പ്ലീസ് ഒന്ന് തുറക്കൂ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. മണവാളിന് എന്നെയല്ലേ സാധ്യതയുണ്ട്. ഞാനാണെന്നറിയാമോ? ബെർഗൻഫീൽഡ് പാരിഷിലെ ട്രഷറർ കോച്ച് ബാബു. പൈസ ഓ, മണവാളിന് എന്നെ അറിയുന്നില്ല. ഓ, എന്നെ അറിയാമായിരുന്നു. ഞാനിവിടെ എത്രയോ നല്ല പാട്ടുകൾ പാടുന്നു. എന്നെ അറിയത്തില്ലയോ? നിങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കേ. ഈ പാട്ടും പ്രാർത്ഥനയും കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്നെ നാഥന അറിയാതിരിക്കില്ല. ആ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് എൻ്റെ സകല ഇൻഫർമേഷൻ അവിടെയുണ്ട്. കൂടാതെ ആ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ ഏത് സോഷ്യൽ മീഡിയയിലും ഞാൻ ആക്റ്റീവ് അല്ലേ. എന്നെ അറിയാതിരിക്കില്ല, ഒരു സംശയമില്ല. പിന്നെ ഈ ചർച്ചിലെ A to Z കാര്യം ചോദിച്ചാൽ അതും എനിക്കറിയാം. ഈ എനിക്ക് ആരോടെങ്കിലും ചോദിച്ചാൽ എന്നെ അറിയില്ലേ? എല്ലാവർക്കും എനിക്കറിയാം. അത് കൂടാതെ ഈ 2024 ബൈബിൾ ഗ്രാജുവേറ്റ് അല്ലേ ഞാൻ, അതും A+ മേടിച്ച്. ഇനി ഇതിൽ കൂടുതൽ എന്താ നാഥന അറിയേണ്ടത്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കടന്നു പോകുകയും. അയ്യോ, അറിയില്ലേ? ലോകത്തിന്റെ മായാവലയത്തിൽ അകപ്പെട്ട് ഭൗതിക സുഖങ്ങൾ തേടി അലയുമ്പോൾ അനുദവിച്ച് ഈ ക്രിസ്മസ് നാളുകളിൽ ദൈവത്തിൽ അഭയം പ്രാപിപ്പാൻ ഓരോ വിളിക്കുമായി നമുക്ക് കാതോർക്കാം. നമ്മുടെ പാരമ്പര്യമോ സമ്പത്തോ പ്രശസ്തിയോ ഒന്നും സ്വർഗരാജ്യം അവകാശമാക്കാനുള്ള യോഗ്യതകളല്ല. സാത്താന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ജാഗ്രതയായിരിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിച്ചും വിശുദ്ധ ജീവിതം നയിച്ചും കർത്താവിൻ്റെ രണ്ടാമത്തെ വരനായി കാത്തിരിക്കാം. കാരുണ്യവാനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. Cristo já
ഉണ്ടായി